ലോകം 2025 വിട പറയുകയാണ്. ഞാൻ അർദ്ധരാത്രിയിലാണ് ഈ വീഡിയോ ക്ലിപ്പിംഗ് ചെയ്യുന്നത്. താമസിക്കുന്ന വീടിന് വെളിയിലെ പടക്കങ്ങളുടെ ശബ്ദം കേൾക്കാം. കൊല്ലം ബീച്ചിൽ പുതുവത്സരത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ. പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ കൊല്ലം ബീച്ചിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ 2026 പ്രത്യാശയോടെ വരവേൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. 2026 ലോകം പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ജനഭൂമിയുടെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ്. 6 മാസത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ ചാനലിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. വളരെ വലിയ പ്രോത്സാഹനമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയത്. കഴിയുന്നത്ര നിഷ്പക്ഷമായി, ഒരു ചാനലിന് നിഷ്പക്ഷതയ്ക്ക് പരിമിതിയുണ്ട്. സംസാരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് സബ്ജക്റ്റിവിറ്റി ഉണ്ടാകാം, വീക്ഷണത്തിലുള്ള വ്യത്യാസം ഉണ്ടാകാം. ഇതൊക്കെയാണെങ്കിൽ ഈ പരിമിതികളെയൊക്കെ മറികടന്ന് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളെ, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ, എല്ലാ ജാതിമത വിശ്വാസികളെയും ഈ ചാനലിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊക്കെ അവസരം കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയ വാത്സല്യം, പ്രോത്സാഹനം, ക്രിയാത്മകമായ വിമർശനം, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കരുത്ത് പകരുന്നത്. ഞങ്ങളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി വാർത്തകൾ ജനങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. മറ്റ് പല ചാനലുകളും തമസ്കരിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിമത വ്യത്യാസമന്യേ സുമനസ്സുകളെ സംഭാവനകൾ ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായൊരു ചാനൽ എന്ന നിലയിൽ ജനഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വളരെ ആത്മാർത്ഥമായ സഹകരണമാണ്. അത് നിർലോഭം നിങ്ങൾ ഞങ്ങൾക്ക് നൽകി. അതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയും കൃതജ്ഞതയും ഉണ്ട്. തുടർന്നുള്ള നാളുകളിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ചാനലിൻ്റെ വരുന്ന വാർത്തകൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്തും ക്രിയാത്മകമായ വിമർശനങ്ങൾ നടത്തി ഞങ്ങളെ നേർവഴിക്ക് നയിച്ചും ജനഭൂമിയെ, കേരള മാധ്യമ ലോകത്തെ ഈ നവജാത ശിശുവിനെ വളരാൻ വാത്സല്യത്തോടുകൂടി സഹകരിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരത്തിൽ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.